ഇപ്പം 30 ദിവസം പിന്നീടാണ്. ഇതേപോലെ ഒരു ദിവസം പുലർച്ചെ നമ്മൾ കണ്ട കാഴ്ചകൾ ഇതല്ല. ഇന്നിപ്പോൾ നമ്മൾ 30 ദിവസമായി എല്ലാവരും വാടക ക്വാർട്ടേഴ്സിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു 10-40% എല്ലാവരും മനസ്സുകൊണ്ട് തൃപ്തരാണ്. മൊത്തത്തിൽ എല്ലാവരും ഒരു ചേഞ്ച് കാണുന്നുണ്ട്. പക്ഷേ നമ്മളെ ക്യാമ്പിലുള്ളവരെ എത്രയും പെട്ടെന്ന് അവരെ വീടുകളിലേക്ക് ഇപ്പോൾ ഇന്നലെ ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയുടെ ഇത് വന്നിരുന്നു, ഓർഡർ ഇത് പ്രഖ്യാപനമുണ്ട്. 1000 സ്ക്വയർ ഫീറ്റും പിന്നെ അതിൽ 10 സെൻറ്റ് സ്ഥലം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് എത്രയും പെട്ടെന്ന് ആ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ജനങ്ങളെ അതിലേക്ക് എത്തിക്കുക, ജനങ്ങളെ പഴയ കോലത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക. അതാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. അതായത് 728ഓളം കുടുംബങ്ങൾ എന്നുള്ളതാണല്ലോ അല്ലേ? ഈ 728ഓളം കുടുംബങ്ങൾ ഇവിടെ ഇങ്ങനെ വളരെ ശാന്തമായിട്ട് വളരെ ഇഴയെടുപ്പത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് നിന്ന് അവർ പല മേഖലകളിലേക്കായിട്ട് ഇപ്പോൾ മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ അവർ കരുത്താർജിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവർ കരുത്താർജിച്ച് തുടങ്ങണമെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞില്ല, ഇപ്പോൾ താൽക്കാലിക ഒരു പുനരധിവാസമാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. അവരിപ്പോൾ വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിലാണുള്ളത്. ഈ നാട്ടിൽ നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ കഴിഞ്ഞ 29 രാവിലെ പുലർച്ചെ ഇവിടെ എങ്ങനെയായിരുന്നു, അതിൽ നിന്നൊക്കെ മാറി ഇപ്പം ആ ഒരു മാസം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് ഇവരിവിടെ ജീവിച്ച ഇവിടെ വളർന്ന ആളുകളാണ്. ഇവരെ മേപ്പാടി പഞ്ചായത്തിൽ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു 2 സ്ഥലത്തായിട്ട് മേപ്പാടി പഞ്ചായത്തിൽ പുനരധിവസിപ്പിക്കണം. അതിന് മുമ്പ് ഇവിടുത്തെ സേഫ് സോൺ ഏതാണെന്നുള്ളൊരു റിപ്പോർട്ട് വരാനുണ്ട്. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇവിടെ ജോൺ മത്തായി റിപ്പോർട്ട് 25-ാം തീയതി വരുന്നുണ്ട്. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇതിൽ സേഫ് സോൺ ഏതാണെന്ന് തീരുമാനിച്ചു കൊടുത്താൽ അവിടെയുള്ള ജനങ്ങൾക്ക് ഇവിടെ തന്നെ വന്നിട്ട് ഇത് നമുക്ക് പഴയ ഒരു ചൂരൽമലയാക്കി തന്നെ ഇവിടെ നിലനിർത്തണം. ആ ചൂരൽമലയാക്കി നിലനിർത്തണമെങ്കിൽ തന്നെ ഇവിടുത്തെ ആളുകളെ, ബാക്കി ഇവിടെ താമസിക്കാൻ പറ്റുന്ന ആളുകളെ ഈ ഭാഗത്തേക്കാക്കിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ മാറ്റി പാർപ്പിക്കേണ്ടവരെ മേപ്പാടി പഞ്ചായത്തിലെ ഒരു സ്ഥലത്ത് മാറ്റി പാർപ്പിച്ച് ഈ നാട്ടിൽ തന്നെ അവരെ പുനരധിവസിപ്പിക്കുന്നതാണ്. ഇപ്പം ഇന്നലെ പറഞ്ഞ 1000 സ്ക്വയർ ഫീറ്റ് വീടും പിന്നെ 10 സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞാലും അത് മേപ്പാടി പഞ്ചായത്തിലായിരിക്കണം. കേവലം വാക്കാൽ ഒതുങ്ങരുത് എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൽ അർഹതപ്പെട്ട ഒരാൾ പുറത്തു പോകരുത്. അർഹതപ്പെട്ടവർക്ക് എല്ലാവർക്കും ആ ആനുകൂല്യം കിട്ടി. ഇവരെ ഈ സ്ഥലത്ത് ഈ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ ഇവരെ പുനരധിവസിപ്പിച്ചിട്ട് പഴയ ആ മുണ്ടക്കായും ചൂരൽമലയും അതുപോലെ അട്ടമലയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ തന്നെ ഉണ്ടാവണം. അതിൻ്റെ ഒരു പ്രയത്നത്തിലാണുള്ളത്. അതിൽ ഇവർ ഗവൺമെൻറ് എടുക്കുന്ന നിലപാടിനോട് പഞ്ചായത്ത് പൂർണ്ണമായി സഹകരിക്കും. പഞ്ചായത്തിനോട് ആലോചിച്ച് മേപ്പാടി പഞ്ചായത്ത് തന്നെ അവരെ പുനരധിവസിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് മേപ്പാടി പഞ്ചായത്തിന് പറയാനുള്ളത്. മേപ്പാടി പഞ്ചായത്ത് അംഗങ്ങൾ തന്നെയാണ് ഇവരെല്ലാവരും. ഇന്നിപ്പം നിയമസഭയുടെ പരിസ്ഥിതി സമിതി ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരും ഒരു പഠനം നടത്തി റിപ്പോർട്ട് നൽകും. ദുരന്താനന്തര ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന കേന്ദ്ര സംഘങ്ങൾ ഇവിടെയുണ്ട്. അവരും റിപ്പോർട്ട് നൽകും. ഇതിനൊക്കെ ഏറ്റവും ഒടുവിൽ നമുക്ക് വേണ്ടത് ഈ മനുഷ്യരുടെ പൂർണ്ണ തോതിലുള്ള പുനരധിവാസം എന്നുള്ളതാണ്. അവരുടെ ഹാപ്പിനെസ് എന്നുള്ള ആ ഒരു ഭയം ഇപ്പം ഒരു പരിധിവരെ അകറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്കൊരു പരിധിവരെ സാധിച്ചിട്ടുണ്ട്. കാരണം പഞ്ചായത്തും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളൊക്കെ തന്നെ അവരോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം അവർ ഇപ്പോൾ ഇവിടെ നേരത്തെ ചെയർമാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ പല ഭാഗത്തും മറ്റ് പഞ്ചായത്തുകളിലൊക്കെ താമസിക്കുന്നത്. അപ്പോൾ അവരെ ഒരുമിച്ചൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് പുനരധിവസിപ്പിക്കുന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്നിപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ നമ്മളൊക്കെ അവരെ പലപ്പോഴും നമുക്ക് സമയത്തിനനുസരിച്ച് ഓരോ വീടുകൾ സന്ദർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലരും വിളിക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഞ്ചായത്തിൻ്റെ ഭാഗത്തും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നത്. നഷ്ടപ്പെട്ട വലിയൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ എന്നാലും ഇനിയെങ്കിലും മേപ്പാടിയിലെ 1-2 നമ്മൾ ടൗൺഷിപ്പ് അവിടെ തന്നെ താമസിക്കാൻ സാധിക്കും. ഈ നാട്ടിൽ തന്നെ അവർക്ക് ജീവിക്കാമെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അരുൺ, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നാട്ടിൽ തന്നെ അവർക്ക് ജീവിക്കാൻ സാധിക്കണം എന്നുള്ള ആവശ്യം ജനപ്രതിനിധികൾ പങ്കുവയ്ക്കുന്നത് അവരുടെ കൂടി അഭിപ്രായം കേട്ട ശേഷമാണ്. ഞാൻ സുകുമാരേട്ടനെ ഇങ്ങനെ കൂടെ കൂട്ടിയതിൻ്റെ കാരണം എന്ന് പറയുന്നത് വില്ലേജ് റോഡ് പരിസരം നമ്മൾ ആദ്യഘട്ടത്തിലൊക്കെ കണ്ടതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വന്നടിയുക, അവരെ ആ മരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നൊക്കെ കണ്ടെത്തുക എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായത് സുകുമാരേട്ടനൊക്കെ വീടൊക്കെയുള്ള ആ പ്രദേശത്ത് നിന്നാണ് അല്ലേ സുകുമാരേട്ടാ? ഇപ്പം നമുക്ക് ബെയിലി പാലം താൽക്കാലികമായെങ്കിലും വന്നു. നമുക്ക് മുണ്ടക്കൈയിലേക്ക് പോകാൻ ഒതുങ്ങുന്ന സാഹചര്യമുണ്ട്. ഈ ക്ഷേത്രം നഷ്ടപ്പെട്ടിടത്ത് ഇപ്പോൾ നമുക്കൊരു വേലി പ്രത്യേകം കാണാൻ സാധിക്കുന്നുണ്ട്. അന്ന് വേലിക്കെട്ടുകൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ മാറ്റങ്ങൾ ഈ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ വ്യാപാര സ്ഥാപനങ്ങൾ ചിലതൊക്കെ തുറക്കാൻ സാധിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ എങ്ങനെയാണ് ഒരു വ്യാപാരം ഒക്കെ നല്ല രീതിയിലേക്കൊക്കെ എത്തുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടോ? അതിന് ഏറ്റവും നേരത്തെ പറഞ്ഞ ചെയർമാൻ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ഈ ജോൺ മത്തായി കമ്മീഷൻ റിപ്പോർട്ട് വന്നാലേ ഞങ്ങൾക്കടക്കം ഒരു ആശങ്ക മാറുള്ളൂ. ഇന്നലടക്കം മേപ്പാടി പഞ്ചായത്തിൽ വന്നിട്ട്
പിന്നെ നമുക്കറിയാം ക്യാമ്പിൽ നിന്ന് അവർ സ്വന്തം വീട്ടിലോട്ട് പോയി. അതെ. അത് കഴിഞ്ഞ് തിരിച്ചു അവർ വന്ന ശേഷം വീണ്ടും ചോദിക്കുകയാണ് ഞങ്ങൾക്ക് ക്യാമ്പിലോട്ട് തന്നെ പോകണമെന്ന്. പക്ഷേ മെമ്പർമാരെന്ന നിലയിൽ ഞങ്ങൾക്ക് അതിലൊരു പ്രയാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു സുരക്ഷിതമായ സ്ഥലത്ത് തന്നെ പോയി താമസിക്കുമ്പോൾ ഇതേ മത്തായി കമ്മീഷൻ റിപ്പോർട്ട് പറയുകയാണ് നമുക്ക് പിന്നെ ഞങ്ങൾ വാസയോഗ്യമായ സ്ഥലത്താണ് ഉള്ളത്, അതുകൊണ്ട് നിങ്ങൾ അവിടുന്ന് മാറിപ്പോകണം. അപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്ന സമയം അത്ര ദിവസം നിന്നതിൻ്റെ വാടക ആര് കൊടുക്കുന്ന ഒരു കൺഫ്യൂഷൻ നമുക്ക് അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയൊരു പ്രധാനം എന്താ പറയുന്നത്, നമുക്കറിയാം ഇപ്പോൾ എത്രയും വേണ്ടി കമ്മീഷൻ റിപ്പോർട്ട് വന്നാൽ നമ്മൾ പ്ലാന്റേഷൻ വേഗം തുറക്കണം. അതായത് തേയിലത്തോട്ടങ്ങളും മേലത്തോട്ടങ്ങളും ചെറുകിട കാപ്പിത്തോട്ടങ്ങളും. അല്ല, അവർക്കുള്ള വൈദ്യുതി ഒക്കെ ആയോ ഈ പ്ലാന്റേഷനിലേക്കുള്ള വൈദ്യുതി? കുറേയൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് ഒരു ഓർഡർ വന്നാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ നമുക്കറിയാം പല മേഖലയിലുള്ള ആൾക്കാർ ചിഹ്നിച്ചെതിരെ കിടക്കുകയാണ്. നമുക്കറിയാം കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. കാരണം ഇപ്പോൾ മറ്റുള്ള സന്നദ്ധ സംഘടന ആയാലും ശരി, ഗവൺമെൻറ് ആയാലും ശരി, ഒരു ലിമിറ്റ് വരെ നമുക്ക് ഇവരെ പിന്നെ ഫണ്ടും കാര്യങ്ങളും കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ അവർക്ക് യഥാർത്ഥമായിട്ട് എന്താ വേണ്ടത്, ജോലി വേണം. ജോലി വേണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്കിവിടെ ഈ പറയുന്ന പ്ലാന്റേഷൻ തുറക്കണം. സുമാരേട്ട പറഞ്ഞു വരുന്നത് ഈ ജോലിയിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. 40% റിലീഫ് ആണെങ്കിൽ അത് കുറച്ചൊരു 80 ആകാം 100 ആകാം. പിന്നെ നമ്മൾ പറയുന്നവർക്ക് വീട് സ്ഥലം ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ പറയുന്നുണ്ടല്ലോ 1000 സ്ക്വയർ ഫീറ്റ് വീട് കാര്യങ്ങളൊക്കെ. ഓക്കെ.